വൈദികനെ കൊലപ്പെടുത്താൻ IS പ്ലാൻ. ഇതൊന്നും കേരള സർക്കാർ അറിയുന്നില്ലേ? കേരളത്തിന്റെ രക്ഷയ്ക്ക് കേന്ദ്ര ഏജൻസികൾ മാത്രമോ? വിവിധ മാർഗങ്ങളിലൂടെ തീവ്രവാദ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കാൻ IS അടക്കമുള്ള അന്തർദേശീയ ഇസ്ലാമിക ഭീകര സംഘടനകൾ കേരളത്തിലേക്ക് നുഴഞ്ഞു കടക്കുകയും മതഭീകരതയുടെ പിള്ളത്തൊട്ടിലിൽ കിടന്ന് തീവ്രവാദത്തിന്റെ താരാട്ടുപാട്ട് കേൾക്കാൻ കൊതിക്കുന്ന ചെറുപ്പക്കാരുടെ ദൗർബല്യങ്ങളിൽ ശക്തമായി പിടിമുറക്കി അവരിലേക്ക് അതിതീവ്രമായ മതാന്ധത കുത്തിവെച്ച് കൊന്നും കൊള്ളയടിച്ചും കൊള്ളിവെച്ചും പ്രബുദ്ധ കേരളത്തിന്റെ സാംസ്കാരിക ഗരിമകളെ പുകച്ചുരുളുകളാക്കി മാറ്റുവാനുള്ള അതിബീഭത്സ പരിശ്രമങ്ങളെ ശിഥിലമാക്കിക്കൊണ്ട് NIA വീണ്ടും കേരളത്തിലെ ജനങ്ങളുടെ രക്ഷകരായിരിക്കുകയാണ്. അതേസമയം തങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം എന്ന ഭരണഘടനാപരമായ അവകാശം ലഭിക്കുമെന്ന് കരുതി ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച കേരളത്തിലെ ജനങ്ങൾ ഭയചകിതരും നിരാശരുമായി നാളെ എന്ത് ഭവിക്കുമെന്ന് അറിയാത്ത അരക്ഷിതാവസ്ഥയിൽ കഴിയുകയാണ്. IS ഭീകര പ്രവർത്തനവുമായി ചെന്നൈയിൽ തമ്പടിച്ച് നീങ്ങുമ്പോൾ NIAയുടെ വലയിൽ കുരുങ്ങിയ തൃശൂർ സ്വദേശി നബീൽ മുഹമ്മദിനെ ചോദ്യം ചെയ്തപ്പോൾ മറ നീക്കി പുറത്തു വന്നത് കേരളത്തിന്റെ സാംസ്കാരികവും സാമുദായികവുമായ സന്തുലനാവസ്ഥയെ ശിഥിലമാക്കാൻ സാധ്യതയുള്ള നീക്കങ്ങളുടെ നിർണായക വിവരങ്ങൾ ആയിരുന്നു. പെറ്റ് ലവേഴ്സ് എന്ന പേരിൽ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ മതതീവ്രപരമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചും ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കിയും കേരളത്തെ തച്ചുടയ്ക്കാൻ ഇറങ്ങിയവർ പ്രധാനമായും ലക്ഷ്യം വെച്ചത് ക്രൈസ്തവ മതപണ്ഡിതനായ പുരോഹിതനെ വധിക്കാനും പണത്തിനായി കേരളത്തിലെ ക്ഷേത്രങ്ങളും ജ്വല്ലറികളും അടക്കം പല സ്ഥാപനങ്ങളും കൊള്ളയടിക്കാനുമായിരുന്നു. അതിനായി അവർ ആദ്യം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തൃശൂർ, പാലക്കാട് ജില്ലകളിലായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് ശക്തി പ്രാപിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന മുൻപ് ഉള്ളതിനേക്കാൾ തീവ്രവാദ ശക്തിയാകുകയും ഒരു വലിയ സംഘം ജനങ്ങളുടെ പിന്തുണ നേടിയെടുത്തുകൊണ്ട് ദേശീയപാതകൾ നിശ്ചലമാക്കുകയും ടോൾ ബൂത്തുകൾ കയ്യേറുകയും കലാപവും ഹൈന്ദവ ക്രൈസ്തവ ഉന്മൂലനവും ഉന്നം വെച്ചുള്ള മുദ്രാവാക്യങ്ങൾ ഉറക്കെ പ്രഘോഷിച്ചും കേരളത്തിൽ അസമാധാനത്തിന്റെ കൊള്ളികൾ എറിഞ്ഞ് മുന്നോട്ട് പോവുകയായിരുന്നു. തക്ക സമയത്ത് കേന്ദ്ര ഏജൻസികൾ രംഗത്തിറങ്ങി അവരുടെ നീക്കങ്ങളെ ശിഥിലമാക്കിയില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ വർത്തമാനകാല സ്ഥിതി എന്താകുമായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു കൂട്ടർ കേരളത്തെ കത്തിക്കാനും ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളിലെ വിലപ്പെട്ട ജീവനുകൾക്ക് വില പറയാനും കാത്തു നിൽക്കുകയായിരുന്നുവെന്ന വാർത്ത കേരളത്തിൽ നടുക്കം ഉളവാക്കുന്നതാണ്. കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിൽ വാഗമണ്ണിൽ ചില വർഷങ്ങൾക്ക് മുൻപ് 30ഓളം തീവ്രവാദികൾ ആയുധ പരിശീലനം നേടിയത് മുതൽ കേരളം തീവ്രവാദികളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ആ തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടായിരുന്ന ചിലർ ഭാവം മാറി രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായതോടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പിന്റെ ഭാഗമായി മാറിയ അവസ്ഥയാണ് സംജാതമായത്. പിന്നീട് അങ്ങോട്ട് കേരളത്തിൽ അന്തർദേശീയ തീവ്രവാദികൾ അഴിഞ്ഞാടാൻ ഒരുങ്ങിയപ്പോഴൊക്കെ ദേശീയ ഏജൻസികൾ മാത്രമാണ് നാടിന് സുരക്ഷ തീർത്തത്. അവർ പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞതിന് ശേഷമാണ് പലപ്പോഴും കേരള പോലീസ് അക്കാര്യം അറിഞ്ഞത്. വളപട്ടണം പക്ഷി സങ്കേതത്തിനടുത്ത് നടത്തിയ IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരും പിടിയിലായത് NIAയുടെ നിർണായക നീക്കങ്ങളിലൂടെയായിരുന്നു. അടുത്തിടെ കോഴിക്കോട് തൊണ്ടയാടിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് 266 വെടിയുണ്ടകൾ കണ്ടെത്തുകയും ആ പറമ്പിൽ തീവ്രവാദത്തിന്റെ വെടിവെൽപ്പ് പരിശീലനം നടന്നതിന്റെ തെളിവുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഒരു വിവരങ്ങളും അതേക്കുറിച്ച് പുറത്തു വന്നിട്ടില്ല. 3 പേരുടെ മരണത്തിനിടയാക്കിയ കോഴിക്കോട് ഏലത്തൂർ ട്രെയിൻ കത്തിക്കൽ കേസിലും തീരെ തെളിവുകളില്ല എന്ന മട്ടിലായിരുന്നു കേരള പോലീസിന്റെ നിഷ്ക്രിയ നിലപാട്. എന്നാൽ NIA തക്ക സമയത്ത് ഇറങ്ങി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നബീലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് തമിഴ്നാട്ടിലെ സത്യമംഗലം വനത്തിൽ നിന്ന് മറ്റൊരു IS തീവ്രവാദിയായ മലയാളി ആഷിഫിനെ അറസ്റ്റ് ചെയ്തതും NIA ആയിരുന്നു. അന്ന് ആഷിഫിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ISന്റെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണെന്നാണ് വിവരം. എന്നിട്ടും കേരളത്തിലെ ഭരണകൂടം അത് കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിൽ മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമർത്ഥരായ ഉദ്യോഗസ്ഥർ സർവീസിൽ ഉണ്ടായിട്ടും മതതീവ്രവാദികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ മാത്രം കേരള പോലീസ് എന്തുകൊണ്ട് പരാജയപ്പെടുത്തു എന്ന ചോദ്യം ഏറെ പ്രസക്തമായി മാറുകയാണ് ഈ നാളുകളിൽ.